ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവർക്കും ഈ കൊറോണ കാല ഇലക്ട്രോണിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നത് LC ഓസിലേറ്റേഴ്സ് ആയിരുന്നു. LC ഓസിലേറ്ററിന് രണ്ട് ഡിസഡ്വാൻറ്റേജസ് ആണ് മെയിനായിട്ടുള്ളത്. അതിൻ്റെ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഇൻസ്റ്റെബിലിറ്റി. അതിൻ്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എന്തായിരുന്നു? LC ഓസിലേറ്ററിൻ്റെ കേസിൽ എന്തായിരുന്നു? F ഈസ് ഈക്വൽ ടു 1/2π√LC ആയിരുന്നു. അപ്പോൾ ഈ ഫ്രീക്വൻസി എപ്പോഴും സ്റ്റേബിൾ ആവണമെന്ന് നിർബന്ധമില്ല. ചെറിയ ചെറിയ വേരിയേഷൻസൊക്കെ ഫ്രീക്വൻസിയിലുണ്ടാവാം. ഏത് കേസിൽ? ഈ LC ഓസിലേറ്ററിൻ്റെ കേസിൽ. അതിൻ്റെ രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലോ ഫ്രീക്വൻസിയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല പ്രാക്ടിക്കൽ കേസ് വരുമ്പോൾ. അതായത് പ്രാക്ടിക്കലി ഒരു LC ഓസിലേറ്റർ ലോ ഫ്രീക്വൻസിയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കാരണവും നോക്കുക, F ഈസ് ഈക്വൽ ടു 1/2π√LC ആണ്. അതായത് LC ഓസിലേറ്റർ യൂസ് ചെയ്യേണ്ട ആരൊക്കെയാണ്? ഇൻഡക്ടറും കപ്പാസിറ്ററുമാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഇൻഡക്റ്റൻസ് ഇപ്പം ഈ ഇക്വേഷൻ നിങ്ങൾ നോക്കുക, F കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 2 കുറയ്ക്കാൻ പറ്റില്ല, കാരണം 2 കോൺസ്റ്റൻ്റ് ആണ്. പൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വാല്യൂ ഉണ്ട്, ദാറ്റ് ഈസ് 3.14. അതൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ F കുറയ്ക്കാൻ ആരേ മാർഗമുള്ളൂ? ഈ എല്ലും സിയും എന്ത് ചെയ്യണം? കൂട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ F കുറയുള്ളൂ. എല്ല് കൂടുക എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റൻസ് കൂടുക. ഇൻഡക്റ്റൻസ് കൂടണമെങ്കിൽ എന്ത് ചെയ്യണം? കോയിൽ സൈസ് കൂടുതൽ കൊടുക്കണം. കൂടുതൽ കോയിൽസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇൻഡക്റ്റൻസ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ അപ്പം കോയിലിൻ്റെ സൈസ് കോയിലിൻ്റെ അളവ് കൂടുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യും? ഇൻഡക്ടറിൻ്റെ സൈസ് കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ കപ്പാസിറ്റൻസ് C കൂടണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ബൾക്കി ആണെങ്കിൽ മാത്രമേ ഉള്ളൂ അത്രയും കപ്പാസിറ്റൻസ് സ്റ്റോർ ചെയ്യുള്ളൂ. നിങ്ങൾ നോക്കിയാൽ അറിയാം, 10 മൈക്രോഫാരഡിൻ്റെ കപ്പാസിറ്ററിൻ്റെ സൈസാണോ 0.01 മൈക്രോഫാരഡിൻ്റെ കപ്പാസിറ്ററിൻ്റെ സൈസാണോ വ്യത്യാസമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ C കപ്പാസിറ്റൻസ് കൂടണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്ററിൻ്റെ സൈസ് കൂടും. അതുപോലെ ഇത് കൂടണമെങ്കിൽ ഇതിൻ്റെ സൈസ് കൂടും. ഒരു പരിധി കൂടുതലൊരു ഓസിലേറ്ററിൻ്റെ സൈസ് കൂട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീക്വൻസി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ എല്ലും സിയും കൂട്ടിയാൽ ഓസിലേറ്ററിൻ്റെ സൈസ് കൂടും. അത് പ്രാക്ടിക്കലി അത്ര ഒരു നല്ല കാര്യവുമല്ല. അപ്പം ഇതിനൊരു സൊല്യൂഷൻ എന്ന രീതിയിലാണ് RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ യൂസ് ചെയ്യുന്നത്. RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററെ സംബന്ധിച്ചിടത്തോളം അത് കമ്പാരിറ്റീവ്ലി ലോ ഫ്രീക്വൻസിയിൽ അത് വർക്ക് ചെയ്യും. അല്ല, ലോ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻസ് RC സർക്യൂട്ട് വെച്ച് കൊടുക്കാൻ പറ്റും. ഒന്ന്. രണ്ടാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി അതിൻ്റെ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി LC ഓസിലേറ്ററെക്കാട്ടിലും കൂടുതലുമായിരിക്കും. ഇനി നോക്കുക, RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററാണ്. അതിനകത്ത് ഒരു മെയിൻ പാർട്ടാണ് ഫേസ് ഷിഫ്റ്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ആ ഒരു ഫേസ് ഷിഫ്റ്റ് സർക്യൂട്ടാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്നതാണ് 6 കപ്പാസിറ്റർ റെസിസ്റ്ററിൻ്റെ ഇങ്ങനെ ഒരു കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളിവിടെ ഒരു RC സർക്യൂട്ടിന് നോക്കുക. ഈ ഒരു RC സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ഫേസ് ഷിഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇപ്പം നമുക്കറിയാം, ഇപ്പം ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു റെസിസ്റ്റർ എടുക്കുക. ഒരു റെസിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഒരു റെസിസ്റ്ററിനകത്തൂടെ കറണ്ട് പാസ് ചെയ്യുമ്പം അതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഫേസ് ഷിഫ്റ്റ് എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബേസിക്കലി ഒരു റെസിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഒരു റെസിസ്റ്ററിനകത്തൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുന്നു എന്നതിൻ്റെ പേരിൽ അതിൻ്റെ വോൾട്ടേജിന് ഇതിനകത്ത് ഇതിനുള്ള വോൾട്ടേജിന് ഒരു ഫേസ് ഷിഫ്റ്റും ഉണ്ടാകുന്നില്ല. അതേ സ്ഥാനത്ത് ഒരു കപ്പാസിറ്റർ എടുക്കുക. ഒരു കപ്പാസിറ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്ററിനകത്തൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ആ വോൾട്ടേജും തമ്മിൽ 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആയിരിക്കും കപ്പാസിറ്റർ. അതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ. ഇൻഡക്ടറും ആണെങ്കിൽ, പ്യുവർ ഇൻഡക്ടർ ആണെന്നുണ്ടെങ്കിൽ 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു കപ്പാസിറ്ററും റെസിസ്റ്ററും കൂടെ ചേർന്ന ഒരു നെറ്റ്വർക്കാണ്. അപ്പം ഇങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ടിലേക്ക് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് XC എന്ന് പറഞ്ഞാൽ 1/2πFC ആണ്.
അതുപോലെ ഈ സർക്യൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിൻ്റെ ഫേസ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് XC/R ആണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ XCയുടെ വാല്യൂ എന്നാണ് 1/2πfc ആണ്. എഫ് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ, സി കപ്പാസിറ്റൻസ് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇങ്ങനൊരു RC സർക്യൂട്ട് തിയററ്റിക്കലി അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫേസ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാൻ ഇൻവേഴ്സ് XC/R ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുന്ന ഈ വോൾട്ടേജ്, ഇവിടെ കൊടുക്കുന്ന ഒരു വോൾട്ടേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് വോൾട്ടേജും തമ്മിൽ ഈ പറയുന്ന ഇക്വേഷൻ അനുസരിച്ചുള്ള ഒരു ഫേസ് ഷിഫ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ നിങ്ങളിവിടെ ഈ നെറ്റ്വർക്ക് നോക്കുക. അപ്പോൾ ഈ ഫേസ് ഷിഫ്റ്റ് സർക്യൂട്ടിൽ എത്ര RC സർക്യൂട്ട്, ഈ നെറ്റ്വർക്കിൽ എത്ര RC സർക്യൂട്ട് ഉണ്ടെന്ന് നോക്കിയേ. 1, 2, 3, ഒരു 3 RC സർക്യൂട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം എന്തുകൊണ്ടാണ് ഇവിടെ 3 RC നെറ്റ്വർക്ക് RC സർക്യൂട്ട് ഈ ഫേസ് സർക്യൂട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നാം. ഇപ്പം നോർമൽ കേസ് ഞാൻ പറഞ്ഞിരുന്നു, കപ്പാസിറ്റർ ആണെങ്കിൽ 90 ഡിഗ്രി പ്രൊഡ്യൂസ് ചെയ്യും ഫേസ് ഷിഫ്റ്റ്. അങ്ങനെയെങ്കിൽ 2 കപ്പാസിറ്റർ ഇങ്ങനെ യൂസ് ചെയ്താൽ പോരെ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സംഭവം ശരിയാണ്. 90 + 90 നമ്മുടെ നോർമലി വേണ്ട 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഫേസ് ഷിഫ്റ്റ് സർക്യൂട്ടിൻ്റെ മെയിൻ ഫംഗ്ഷന് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഞാൻ പറയാൻ മറന്നിരുന്നു. അതാണ് ഈ സർക്യൂട്ടിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിനകത്ത് ഒരു കപ്പാസിറ്ററിനകത്ത് തന്നെ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാകും. അങ്ങനെയെങ്കിൽ 2 കപ്പാസിറ്റർ യൂസ് ചെയ്താൽ പോരായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നാം. സംഭവമൊക്കെ കുഴപ്പമില്ല. പക്ഷേ 2 കപ്പാസിറ്റർ ഇങ്ങനെ യൂസ് ചെയ്ത് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കിയാൽ ഇതിന് അക്രോസ് ആയിട്ട് ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ R ഈസ് ഈക്വൽ ടു 0 വരുന്നതാണല്ലോ ഉണ്ടാകുന്നത്. റെസിസ്റ്റൻസ് ഉണ്ടാവില്ല. അപ്പോൾ R 0 വന്നാൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഡ്രോപ്പ് ഉള്ള ലോഡ് ഇല്ല, റെസിസ്റ്റൻസ് ഇല്ലാതെ വന്നാൽ എന്നാ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ നമുക്ക് പ്രാക്ടിക്കലി അവിടെ ഔട്ട്പുട്ടിൽ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ 2 കപ്പാസിറ്റർ കൊടുത്ത് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കാൻ നോക്കിയാൽ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ പിന്നെ ഒരു കപ്പാസിറ്റർ മാത്രം വെച്ചിട്ട് പറയേണ്ട ആവശ്യമില്ല. ഒരു കപ്പാസിറ്റർ വെച്ചിട്ട് 90 ഉണ്ടാകാൻ പറ്റുള്ളൂ. 2 കപ്പാസിറ്റർ യൂസ് ചെയ്യുമ്പോൾ 180 ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും. പക്ഷേ R ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ റെസിസ്റ്റർ ഇല്ലാത്തതുകൊണ്ട് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അങ്ങനെ വന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 3 കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ഇങ്ങനൊരു സർക്യൂട്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ ഇങ്ങനൊരു സർക്യൂട്ട് ഉണ്ടാക്കുമ്പം അതിൻ്റെ ആ ഫേസ് ഷിഫ്റ്റും ഞാൻ പറഞ്ഞിരുന്നു. ഇങ്ങനെ ഓരോ സർക്യൂട്ടും, ഓരോ ഇങ്ങനത്തെ RC സർക്യൂട്ടും ടാൻ ഇൻവേഴ്സ് XC/R എന്ന ആ ഒരു രീതിയിലുള്ള ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കുന്നു. അങ്ങനെ ഈ 3 RC നെറ്റ്വർക്ക് സർക്യൂട്ടൂടെ ചേർന്ന് നമുക്ക് ഓവറോൾ ആയിട്ട് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കണം. അതാണ് ഈ ഫേസ് ഷിഫ്റ്റ് സർക്യൂട്ടിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ചാൽ. അടുത്തത് ഈ കാണിച്ചേക്കുന്നത് നമ്മുടെ ഓസിലേറ്റർ സർക്യൂട്ടിൻ്റെ ഓവറോൾ സർക്യൂട്ട് ഡയഗ്രമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഫേസ് ഷിഫ്റ്റ് നെറ്റ്വർക്ക് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. C1, C2, C3, R1, R2, R3 ഈ കോമ്പിനേഷന് ഫേസ് ഷിഫ്റ്റ് സർക്യൂട്ടാണ്. ഇനി അടുത്തത് ഈ ഒരു കാണുന്നതാണ് നമ്മുടെ ആംപ്ലിഫയർ. ഇവിടെ ആവശ്യത്തിന് ഫേസ് ഷിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇതൊരു ആംപ്ലിഫയർ ആണ്. ഇവിടെ RBയും REയും CEയും എന്തിനാണ് യൂസ് ചെയ്യുന്നത്? RB, RE ആൻഡ് CE ആർ യൂസ്ഡ് ഫോർ ബയാസിങ്. ഈ ട്രാൻസിസ്റ്റർ ബയാസിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അതുപോലെ ഔട്ട്പുട്ട് വോൾട്ടേജ് കളക്ടറിനും ഗ്രൗണ്ടിനും ഇടയ്ക്കായിട്ട് എടുക്കുന്നു. ഇവിടെ DC വോൾട്ടേജ് നമുക്ക് ആവശ്യമില്ല. ഓസിലേറ്ററിന് നമുക്ക് സൈൻ വേവ് വേണ്ടതുകൊണ്ട് നമ്മളൊരു കപ്പാസിറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ അറ്റ് സം പർട്ടിക്കുലർ ഫ്രീക്വൻസി ദ ഫേസ് ഷിഫ്റ്റ് ഓഫ് each RC circuit is 60 degree, so that the total phase shift of the phase shift circuit is 180 degree. The frequency of oscillation F is equal to 1/2π √6 RC. എന്തായാലും നിങ്ങൾ ഈ ഇക്വേഷൻസ്
നിങ്ങളത് കാണാൻ പഠിക്കണം. ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എന്നാണെന്നുള്ളത്. അത് LCD ആണെങ്കിലും RCD ആണെങ്കിലും പഠിക്കുക. F is equal to 1/2π√6 RC. വേറെ R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ R is equal to R1 equal to R2 is equal to R3. അതായത് ഇതിൻ്റെ മൂന്നിൻ്റെ വാല്യൂ സെയിം ആണ് R ആണെങ്കിലും. അതുപോലെ C is equal to C1 + C2 + C3. ഈ മൂന്ന് കപ്പാസിറ്റർ വാല്യൂ സെയിം ആണെന്നും നമ്മൾ അസ്യൂം ചെയ്താൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ F is equal to 1/. ഇനി ഈ സർക്യൂട്ടിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്, അപ്പം വെൻ സ്വിച്ച് ഈസ് ഓൺ, സ്വിച്ച് ഓൺ ആകുമ്പോൾ എന്ത് ചെയ്യുന്നത്, സഡനായിട്ട് കറണ്ട് പാസ് ചെയ്യണം. അപ്പം വെൻ സ്വിച്ച് ഈസ് ഓൺ സർക്യൂട്ട് പ്രൊഡ്യൂസ് എ സ്മോൾ ഓസിലേഷൻ, സ്മോൾ മൈന്യൂട്ട് ഓസിലേഷൻസ്, വളരെ മൈന്യൂട്ടായിട്ടൊരു ഓസിലേഷൻസ് നാച്ചുറലി ഈ സർക്യൂട്ടിൽ നിന്നും ഉണ്ടാകും. അപ്പോൾ ആ ഉണ്ടാകുന്ന ആ ഓസിലേഷൻ്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ നമ്മൾ ഈ പറഞ്ഞ F is equal to 1/2π√6 RC എന്ന രീതിയിലായിരിക്കും. പക്ഷേ ആ ഓസിലേഷൻസ് വളരെ മൈന്യൂട്ടുള്ള ഓസിലേഷനാണ്, അത് സസ്റ്റൈൻഡ് ഓസിലേഷനൊന്നുമല്ല. അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓസിലേഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് വന്നിരിക്കുന്ന ആ മൈന്യൂട്ടായിട്ടുള്ള ആ വോൾട്ടേജിനെ നേരെ ഈ ഇൻപുട്ട് സെക്ഷനിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ഇൻപുട്ട് സെക്ഷനിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യുമ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ C1 C2 C3 R1 R2 R3 ഈ ഒരു ഫേസ് ഷിഫ്റ്റ് സർക്യൂട്ട് എന്ത് ചെയ്യും, ഇവിടുന്ന് കിട്ടിയ ആ ഓസിലേഷനെ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നടത്തുന്നു. അതാണല്ലോ ഈ ഒരു സെക്ഷൻ്റെ ഫംഗ്ഷൻ. 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ചെയ്തിട്ട് ഈ ആംപ്ലിഫയർ സെക്ഷൻ്റെ ഇൻപുട്ടിലേക്ക് ആ വോൾട്ടേജ് എത്തി. ഇവിടെ ആരാണ്, ഏത് കോൺഫിഗറേഷനാണ് ഈ ആംപ്ലിഫയറിൻ്റെ, കോമൺ എമിറ്റർ കോൺഫിഗറേഷനാണ്. കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ്റെ ഫേസ് ഷിഫ്റ്റ് എത്രയാണ്, 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റാണ്. അങ്ങനെ ടോട്ടൽ നമ്മുടെ ഫേസ് ഷിഫ്റ്റ് എത്രയായി, 360 ഡിഗ്രി ആയിരിക്കും ടോട്ടൽ ഫേസ് ഷിഫ്റ്റ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓവറോൾ സർക്യൂട്ടിൻ്റെ ഫേസ് ഷിഫ്റ്റും എന്താക്കി എടുക്കാൻ പറ്റി, നമ്മുടെ ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് 360 അല്ലെങ്കിൽ 0 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റി. പിന്നെ ഒരു കാര്യം കൂടെ ഉള്ളത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഫോർ സസ്റ്റൈൻഡ് ഓസിലേഷൻ ദ ഗെയിൻ ഓഫ് ദ ആംപ്ലിഫയർ മസ്റ്റ് ബി ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ 29 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ആംപ്ലിഫയർ സെക്ഷൻ്റെ ഗെയിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 29 ഓർ മോർ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ സസ്റ്റൈൻഡ് ഓസിലേഷൻസ് നടക്കുകയുള്ളൂ. ഇനി RC ഫേസ് ഷിഫ്റ്റ് സർക്യൂട്ടിൻ്റെ അഡ്വാൻറ്റേജസ്. ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡസ് നോട്ട് റിക്വയർ ഇൻഡക്റ്റേഴ്സിൻ്റെ ആവശ്യമില്ല. ഇൻഡക്റ്റേഴ്സ് കോസ്റ്റ്ലി ആണ്, അതുപോലെ ബൾക്കിയാണ് കമ്പാരിറ്റീവ്ലി റെസിസ്റ്റേഴ്സ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ് ടു പ്രൊഡ്യൂസ് ഓസിലേഷൻസ് അറ്റ് ലോ ഫ്രീക്വൻസിയിൽ ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. മോർ സ്റ്റേബിൾ ദാൻ LC ഓസിലേറ്റേഴ്സ്. ഇനി അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ സർക്യൂട്ട് ടു സ്റ്റാർട്ട് ഓസിലേഷൻസ് ആസ് ഫീഡ്ബാക്ക് ഈസ് ജനറലി സ്മോൾ. ഇതിൻ്റെ ഫീഡ്ബാക്ക് വളരെ കുറവായതുകൊണ്ട് ഇത് ഓസിലേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഇനി അതുപോലെ ഇത് സർക്യൂട്ട് ഗീവ്സ് സ്മോൾ ഔട്ട്പുട്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി സ്മോൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ലോക്ക്ഡൗൺ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പറ്റുമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.